മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിൽ ദുരൂഹതയേറുന്നു. തണ്ണിമത്തൻ കഴിച്ചതല്ല മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരിച്ചവരുടെ ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളിൽ മോർഫീന്റെ സാന്നിധ്യമുണ്ടെന്നാണ് കണ്ടെത്തൽ. ആദിൽ പാലോട് വിവരങ്ങളുമായി ചേരുകയാണ്. അതിൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ അതിൽ ഒരുപാട് ദുരൂഹത ഒളിഞ്ഞിരിക്കുന്നതായി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ തണ്ണിമത്തൻ കഴിച്ചതല്ല മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിക്കുകയാണ്. ഉറപ്പായി മാര്യ, കഴിഞ്ഞ ആഴ്ചയാണ് മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേർ, അച്ഛനും അമ്മയും 2 പെൺമക്കളും മരിക്കുന്നത്. പിന്നീട് തണ്ണിമത്തനാണ് മരണകാരണം എന്ന രൂപത്തിലുള്ള വാർത്ത പ്രചരിച്ചു. അത് വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്തു. തണ്ണിമത്തനിൽ എന്താണ് വിഷാംശം എന്ന രൂപത്തിൽ ചർച്ചകളും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ദുരൂഹത ഒഴിയുകയാണ്. ഈ തണ്ണിമത്തനാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾക്ക് അവസാനമാവുകയാണ്. അന്ന് തണ്ണിമത്തൻ കഴിച്ചിരുന്നു, പക്ഷേ ആ തണ്ണിമത്തനല്ല മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മാത്രമല്ല, ആന്തരിക അവയവങ്ങളിൽ മോർഫിന്റെ സാന്നിധ്യം, വിഷാംശം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത് ദുരൂഹത ഏറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് കൂടി നീങ്ങുകയാണ്. വിഷാംശം എങ്ങനെയാണ് ശരീരത്തിനുള്ളിലേക്ക് എത്തിയത് എന്ന രൂപത്തിലുള്ള അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. മുംബൈ സ്വദേശികളായ അബ്ദുള്ള 45 വയസ്സ്, നസ്രീൻ 35 വയസ്സ്, രണ്ടുപേരും ദമ്പതികൾ, 2 മക്കൾ, സൈനബ് 13 വയസ്സ്, ആയിഷ 16 വയസ്സ്. ഇവരാണ് കഴിഞ്ഞ ആഴ്ച അതിഥികൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു ദിവസം 5 അതിഥികൾ വരുന്നു, മട്ടൻ പുലാവ് നൽകുന്നു. അതിനുശേഷം ഉറങ്ങുന്നതിന് മുൻപ് പുലർച്ചെ 1 മണിയോടുകൂടി തണ്ണിമത്തൻ കഴിക്കുന്നു. രാവിലെ അവശത അനുഭവിച്ച് ആശുപത്രിയിലേക്ക് പോവുകയും തണ്ണിമത്തൻ കഴിച്ചു എന്ന് മൊഴി നൽകുകയും ചെയ്തത്. ഇതാണ് പിന്നീട് തണ്ണിമത്തനാണ് മരണകാരണം എന്നതിലേക്ക് വിരൽ ചൂണ്ടിയത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നതാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ സംഘവും മനസ്സിലാക്കുന്നത്. ഏതായാലും എങ്ങനെയാണ് ഇവരുടെ ഉള്ളിൽ വിഷാംശം എത്തിയത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരുകയാണ് മുംബൈ പോലീസ്. ഓക്കെ, ആദിൽ പാലോടാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ഇത്. തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ എങ്ങനെ മരണം സംഭവിച്ചു ഒരു കുടുംബത്തിലെ 4 പേർക്ക് എന്നുള്ളത്. എന്നാൽ അവരുടെ ശരീരത്തിൽ മോർഫീൻ എത്തിയിട്ടുണ്ടായിരുന്നു, വിഷാംശം എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്.